ആകാശത്ത് വാരത്തി പോയി കുഞ്ഞാറ്റിരാടുന്ന ചുറ്റുന്നോ വാഴയിലൂടെ ആട്ടം തകവീറിന്റെ താളമാണ് മോനെ എന്ന് ഒരു ഉമ്മ പെട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ തകവീർ ചൊല്ലിയൻ അല്ലാഹു എന്ന് പറയുന്നത് ലാ ഇലാഹ എന്ന അന്തത്ര പ്രകൃതിയുടെ സൗന്ദര്യത്തിന്റെ താളമാണെന്ന് ആ കുട്ടിക്ക് വീഴ്ചപ്പെടുകയും ചെയ്യും. അല്ലാഹുവിന്റെ നാമം ഉപയോഗിച്ചിട്ട് ഒരാളെയും അവൻ ശത്രുതയോട് കാണാതിനായി പ്രകൃതിയുടെ എല്ലാ ജീവജാലങ്ങളും സ്നേഹത്തിന്റെ പ്രതിരൂപമാണ് ഈ ദൈവത്തിന്റെ നാമമെന്നവരും അവൻ ചെയ്യും വാടിക്കാക്കാറുണ്ടോ? ഞാനിവിടെ കത്തിച്ചത് 7 തിരിയിട്ട വിളക്കാണ്. എന്നാൽ നിങ്ങളെല്ലാം കത്തിക്കുന്നത് ഒറ്റ തിരിയിട്ട വിളക്കാണ്. ആ വിളക്കിന്റെ പേര് നമ്മുടെ കുട്ടികളെന്നാണ്, നമ്മുടെ വിദ്യാർത്ഥികളാണ്. അവരെല്ലാം ഓരോ വിളക്കാണ്. ആ വിളക്ക് പക്ഷെ നിങ്ങൾ ഒരു തിരിയെ കത്തിക്കാറില്ല. ബാക്കി 6 തിരിയും ഏതാണെന്ന് പറഞ്ഞു തരാനാ ഞാനിവിടെ വന്നത്. ഓരോ തിരിക്കും ഓരോ അർത്ഥമുണ്ട്. ഒരു തിരി മാത്രം കത്തിക്കുക ആത്മാവിന് മാത്രമാണ്. ആത്മാവിനാണ് ഒരു തിരി കത്തിക്കുന്നത്. 2 തിരി കത്തിക്കുന്നത് കിഴക്കു പടിഞ്ഞാറുമായിട്ട് 2 തിരി കത്തിക്കുന്നത് സൂര്യചന്ദ്രന്മാരെ ആരാധിക്കാനാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ ചന്ദ്രൻ അസ്തമിക്കുന്നു. അപ്പോ രാവും പകലും വെളിച്ചമുണ്ടാവാൻ. 5 തിരിയിട്ട് കത്തിക്കുന്നത് 5 പ്രപഞ്ചത്തിന്റെ 5 പഞ്ചഭൂതങ്ങളോട്. പ്രപഞ്ചം എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്, പ്രഥമ, പ്രധാനം എന്നൊക്കെയാണ് അർത്ഥം. പഞ്ചം എന്ന് പറഞ്ഞാൽ 5ആണ്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അപ്പ്, തേജസ്, വായു, ആകാശം. ഈ 5 കൊണ്ടാണ് നമ്മളെല്ലാം ഉണ്ടാക്കിയത്. അതാണ് പ്രപഞ്ചം. ആ 5 ഭൂതങ്ങളോട് ഉള്ള ഐക്യദാർഢ്യമാണ് 5 തിരിയിട്ട വിളക്ക്. 7 തിരിയിട്ട വിളക്ക് 7 ലോകങ്ങളോട്. ഈ ഭൂമിയിൽ 7 ലോകങ്ങളാണ്. 7 ലോകത്തിലുമുള്ള മനുഷ്യരും ജീവജാലങ്ങളും അവിടുത്തെ അറിവും തത്വശാസ്ത്രവും എല്ലാറ്റിനോടുമുള്ള ആദരവ് പ്രകടിപ്പിക്കാനാണ് 7 തിരിയിട്ട വിളക്ക്. അപ്പോൾ ഈ 7 ലോകങ്ങൾ ബാഹ്യമായിട്ട് മാത്രമല്ല, നമ്മുടെ കുട്ടികളുടെ ആന്തരികമായിട്ട് 7 ലോകങ്ങൾ. ആ 7 ലോകങ്ങളിൽ ഒരു തിരി മാത്രം കൊളുത്തുന്നത് വിദ്യാലയത്തിൽ നിന്ന് ചെയ്യുന്ന ജോലിയാണ്. വിദ്യാലയത്തിൽ ഒരു തിരി മാത്രമേ കൊളുത്തുന്നുള്ളൂ. ബാക്കി 7 തിരികളും കൊളുത്തുന്നതിൽ പ്രധാനപ്പെട്ട ഇടമാണ് നിങ്ങൾ ജീവിക്കുന്ന ഇടം എന്ന് പറഞ്ഞാൽ വീട് മാത്രമല്ല, നിങ്ങളുടെ വീടും വീടിന്റെ പരിസരവും വീടിന്റെ ചുറ്റുവട്ടമുള്ള നാട്ടുകാരും ആ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന ഇടവഴിയും നടവരമ്പും റോഡും അവിടുത്തെ പാലവും അവിടുത്തെ വാഹനവും അതിലെ ഡ്രൈവറും എല്ലാം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രക്രിയയെ രൂപപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ ഒരുപാട് കവിത പഠിക്കുന്ന ആളാണ്, കവിത ചൊല്ലുന്ന ആളാണ്. ആ കവിത ചൊല്ലാൻ എന്നെ പഠിപ്പിച്ചത് കണ്ണവ ബ്യൂട്ടി സ്കൂളിലെ പണ്ഡിറ്റ് ദാമോദരൻ മാഷ് ആണെന്ന് പറയാം. പക്ഷേ ആ കവിതയിലേക്ക് എന്നെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചത് എന്റെ നാട്ടിലൂടെ ഓടുന്ന ബസ്സിലെ ക്ലീനർ ഉണ്ടനാരായണനാണ്. നീളം കുറഞ്ഞുകൊണ്ട് ഉണ്ടനാരായണൻ അയാൾ വിളിക്കും. കേക എന്ന് പറയുന്നൊരു വൃത്തമുണ്ട്. കേക 3 2 2 3 2 2 14 കാമുവാദം ഒരു ഒന്നെങ്കിലും വേണം മാറാതെ ഓരോ ഗണത്തിലും നടുക്കിയതിൽ ഇതെന്തിനാ കണ്ടുപിടിച്ചത്? ഞങ്ങളൊക്കെ ശപിച്ചിരുന്നു ഈ കേകേനെ കണ്ടുപിടിച്ച. ഇത്ര വിഷമുള്ള വൈകാട്ട് പഠിക്കാൻ. അങ്ങനെ വൈകാട്ട് പഠിക്കാത്തതിന്റെ പേരിൽ ഞങ്ങളോട് ദാമോദരൻ മാഷ് കേകയുടെ ലക്ഷണം 50 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതണമെന്ന് പറഞ്ഞു. 50 പ്രാവശ്യം എഴുതുക എന്ന് പറഞ്ഞാൽ ആലോചിക്കട്ടെ, എന്തൊരു ശിക്ഷയാണ്. അതുകൊണ്ട് ഞങ്ങൾ സ്കൂളിൽ പോകാതെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഒളിച്ചു നിൽക്കുമ്പോഴാണ് ഉണ്ടനാരായണൻ ഞങ്ങളെ കണ്ണവും പുഴക്കരയിൽ വെച്ച് കാണുന്നത്. എന്നിട്ട് ഉണ്ടനാരായണൻ നമുക്ക് പറഞ്ഞു തന്നു, കേകേന്റെ ലക്ഷണത്തിനേക്കാൾ സൂത്രം എളുപ്പത്തിൽ പഠിക്കാനുള്ള സൂത്രം പറഞ്ഞു. ചക്ക
ചക്കേന്റെ ലക്ഷണം ഞാൻ പറഞ്ഞു. ആ ചക്കേന്റെ ലക്ഷണം ഓർമ്മിച്ച കേക്കേന്റെ ലക്ഷണം വേഗം എന്താ അത്? അങ്ങനെ അത് ഗുരു ഒന്നെങ്കിലും വേണം മാറാതോരോ ഗണത്തിലും എന്നതിന് പകരം കുരു ഒന്നെങ്കിലും വേണം മാറാതോരോ ചുളയിലും നടുക്ക് കുഞ്ഞു വെളിഞ്ഞിരി ചേർന്ന് വന്നാൽ ചക്കയാമെന്ന് പഠിപ്പിച്ചു തന്നു. അത് പഠിച്ചപ്പോ കേക്കേന്റെ ലക്ഷണം എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ആ ഉണ്ടനാരാണ് എന്നെ കവിതയുടെ ലോകത്തിലേക്ക് പഠിച്ച് ദാമോദരൻ മാഷയുടെ മുന്നിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ ചുറ്റുവട്ടമുള്ള ഓരോ തുണ്ടിൽ നിന്നും നമ്മുടെ കുട്ടികളുടെ വ്യക്തിത്വ വികാസത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് പഠിക്കണമെങ്കിൽ ഒന്നേ വേണ്ടൂ, എല്ലായിടത്തേക്കും തുറന്നു വെച്ച അവരുടെ ഹൃദയമുണ്ടാവുക, മനസ്സുണ്ടാവുക. അതുകൊണ്ട് രക്ഷകർത്താക്കൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒരുപാട് വാതിലുകൾ കുട്ടി അടയ്ക്കുകയല്ല, ഒരുപാട് വാതിലുകൾ തുറന്നിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ എപ്പോഴും വാതിലുകൾ കൊട്ടി അടക്കുന്നവരല്ലേ. അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ പറയരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ കാണിക്കരുത് എന്ന് പറഞ്ഞിട്ട് ചെറുപ്പം മുതൽ കുട്ടികളെ തട്ടിത്തടഞ്ഞിട്ട് ഈ പണ്ട് ആട്ടുകല്ല് അച്ചുകൊണ്ടിരിക്കുമ്പോ കൈകൊണ്ടിങ്ങനെ തട്ടുമല്ലോ, തട്ടിയാൽ മാത്രമേ ഇതിലേക്ക് ഉള്ളിലേക്ക് പോകും. ആ തട്ടുന്ന ജോലിയാണ് ആര് ചെയ്തുകൊണ്ടിരുന്ന രക്ഷിതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആട്ടുകല്ലിന്റെ കുഴിയിലേക്ക് കുട്ടിയെ ചാട്ടലല്ല, ആ ആട്ടുകല്ലിൽ നിന്ന് പുറത്തേക്ക് ഈ പ്രപഞ്ചത്തോളം വളരാൻ അവന്റെ മനസ്സിനെയും ഹൃദയത്തെയും തുറന്നു വിടുക. അതാണ് രക്ഷകർത്തൃത്വത്തിന്റെ പ്രധാനപ്പെട്ട ജോലി. ഹൃദയത്തെയും മനസ്സിനെയും തുറന്നു വിടുക. അവന്റെ ഉള്ളിലുള്ള പ്രതിഭകൾ പുറത്തേക്ക് ഒഴുകുമ്പോ ആ പുറത്തേക്ക് ഒഴുകുന്നതിന്റെ ഇടയിലൂടെ ട്രെയിനിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ അതിന്റെ ഇടയിലൂടെ ആരെങ്കിലും കയറാൻ ശ്രമിച്ചാൽ പ്രശ്നം ഇറങ്ങിയിട്ടേ കയറാൻ പറ്റും. എപ്പോഴും പുറത്തേക്ക് ഒഴുകുമ്പോ അതിന്റെ അകത്തേക്ക് ദുഷ്ടതയും ഇരുട്ടും പ്രവേശിക്കില്ല. അതുകൊണ്ട് രക്ഷകർത്തൃത്വം എന്ന് പറയുന്നത് കുട്ടികളെ തടഞ്ഞു വെക്കലല്ല, തുറന്നു വിടലാണ് എന്ന ധാരണ നിങ്ങൾക്ക് ആദ്യമുണ്ടാവുക. കുട്ടികളുടെ ഹൃദയത്തെയും മനസ്സിനെയും തുറന്നു വിടലാണ്, സ്വതന്ത്രമായി വിടലാണ്. ആ സ്വതന്ത്രമായി വിടാൻ എന്തൊക്കെ നമ്മൾ അബദ്ധം ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന ചില ചിന്തകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുത്താം. അല്ലാതെ പലരും ഇവിടെ വന്നത് നിങ്ങളുടെ കുട്ടി ഒരുപാട് പ്രശ്നമുണ്ട്, അതിന് ഗുളികയാണോ വേണ്ട, മരുന്നാണോ വേണ്ട എന്ന് നോക്കിയിട്ടാണ്. ഇത് വ്യോഷാദി വടകമാണ്. ഈ ഒരു മരുന്ന് തരുമെന്ന് വിചാരിച്ചാൽ പലരും ഇവിടെ കാത്തു നിൽക്കുന്ന എന്തോ ഒരു മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ടെന്നല്ല, ഇതെന്റെ തൊണ്ടക്ക് വെട്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഞാനിവിടെ ഒരു ഗുളികയും കഷായവും മരുന്നും ഒന്നും ഞാൻ തരാൻ പോരില്ല. കാരണം രോഗിയെ അറിഞ്ഞിട്ട് മാത്രമേ മരുന്ന് നിശ്ചയിക്കാൻ പറ്റും. നിങ്ങളുടെ കുട്ടി രോഗിയാണോ രോഗിയല്ലയോ എന്ത് രോഗമാണെന്ന് അറിയുന്നത് എനിക്കല്ലല്ലോ, നിങ്ങൾക്കല്ലേ. ഒരു മുറക്കിലും നിങ്ങൾക്കാണ് കുട്ടിയുടെ സാമീപ്യം അറിയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടിക്ക് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കുന്ന വൈവയനായി നിങ്ങൾ മാറണം. നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടതെന്താണ്? ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. എല്ലാവരും ഒരുപോലെയായിരുന്നുവെങ്കിൽ ഈ ഭൂമി പോലെ ഇത്രയും രസമായൊരു രോഗം വേറെ ഉണ്ടാവില്ല. നമ്മുടെ രൂപം വ്യത്യസ്തമാണ്, ഭാവം വ്യത്യസ്തമാണ്, ശബ്ദം വ്യത്യസ്തമാണ്, എല്ലാം വ്യത്യസ്തമാണ്. നമ്മളെല്ലാവരും ആളുകളെല്ലാം സൽമാനെ പോലെ ഒരേ മൂക്ക്, ഒരേ കണ്ണ്, ഒരേ ചുണ്ട്, ഒരേ മുടി. സ്ത്രീകളെല്ലാം ഐശ്വര്യ റോയിയെ പോലെ എല്ലാം ഒരേ കോലത്തിലാണെങ്കിൽ എന്തെങ്കിലും രസമുണ്ടാവോ ഈ ലോകത്തിന്? ഉണ്ടാവോ? ആരെങ്കിലും സെൽഫി എടുക്കും? കാരണം ഇങ്ങോട്ടെടുത്താലും അങ്ങോട്ടെടുത്താലും ഒരുപോലെ ഉണ്ടാവും. പിന്നെ ഇതിനെ സെൽഫി എടുക്കുന്നത് വൈവിധ്യങ്ങളുള്ളത് കൊണ്ടാ സൗന്ദര്യബോധം ഉണ്ടായി. വൈവിധ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് മഞ്ജു വാര്യർ പോരാ കാവ്യമാധവും പോകണമെന്ന് ആ തോന്നിയാസിക്ക് തോന്നിയേ ഇല്ലേ? തോന്നുമോ? ഒരേ മൂല്യം തോന്നുമോ? വൈവിധ്യങ്ങളാണ് ഈ ലോകത്തിന്റെ അനുഭവം. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടിയെ ഒരാളെ പോലെയും യേശുദാസിനെ പോലെ പാട്ട് പാടണമെന്ന് പറയുന്നത് നിങ്ങൾ ആ കുട്ടിയെ കൊല്ലുന്നതിന് തുല്യമാണ്. യേശുദാസിനെ പോലെ പാടാൻ പഠിപ്പിക്കരുത്.
ജയചന്ദ്രനെ പോലെ പാടാൻ പഠിപ്പിക്കരുത്. മമ്മൂട്ടിയെ പോലെ മോഹൻലാലിനെ പോലെ അഭിനയിക്കാൻ പഠിപ്പിക്കരുത്. നിങ്ങളുടെ കുട്ടി മജീദാണെങ്കിൽ നിങ്ങളുടെ കുട്ടി കൃഷ്ണനാണെങ്കിൽ നിങ്ങളുടെ കുട്ടി സബാസ്റ്റ്യനാണെങ്കിൽ ആ സബാസ്റ്റ്യനെ സബാസ്റ്റ്യനാക്കുക, കൃഷ്ണനെ കൃഷ്ണനാക്കുക, മജീദിനെ മജീദാക്കുക. അല്ലാതെ മറ്റൊരാളും ആകാൻ അനുവദിക്കരുത്. അവൻ തന്നെയാവാൻ നിങ്ങൾ കരുത്ത് കൊടുക്കുക. കാരണം അവന് സ്വന്തമായിട്ടൊരു ബുദ്ധിയും ഹൃദയവും അവൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ കുട്ടികളെല്ലാം ജനിക്കുമ്പോൾ കൊണ്ടുവന്നത് കണ്ടിട്ടുണ്ടോ? ഒരു കുട്ടി വെറും കൈയോടെ ജനിക്കുന്നില്ല. പ്രവർത്തിപ്പിടിച്ച കൈയുമായിട്ട് ഏതും കുട്ടി ജനിച്ചിട്ടുണ്ടോ? എല്ലാ കുട്ടിയും ജനിക്കുന്നത് ചുരുട്ടിപ്പിടിച്ച കൈകളുമായിട്ടാണ്. ആ ചുരുട്ടിപ്പിടിച്ച കൈകളുമായി ജനിക്കുന്ന കുട്ടി ജനിച്ചോടനെ ഈ രോഗങ്ങളോട് വിളിച്ചു പറയുന്നു. എന്താ? കരയുന്നതാണ്. നമ്മൾ പറയും കുട്ടി കരയുന്ന. കുട്ടി കരയുന്ന ഞങ്ങളുടെ നാട്ടിലെ പറയും കുഞ്ഞൻ കരയുന്നത്. കുഞ്ഞെന്നാ പറയും. കുഞ്ഞ കരയുന്ന. സാധാരണ കരയ സങ്കടം വന്നിട്ടോ ദേഷ്യം വന്നിട്ടോ പേടിച്ചിട്ടും അല്ലേ കരയ? ഒരു കുട്ടി ജനിച്ച ഉടനെ എന്തിനാ കരയുന്നത്? മുല്ലപ്പെരിയാർ നാമ പൊട്ടുമെന്ന് പേടിച്ചിട്ടാണോ? അല്ലല്ലോ. ഒരു കുട്ടി ജനിച്ച ഉടനെ കരയുന്നത് ഉക്രൈനെ റഷ്യ ആക്രമിച്ചതിൽ പേടിച്ചിട്ടല്ല. ഒരു കുട്ടി ജനിച്ച ഉടനെ കരയുന്നത് ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് ആലോചിച്ചിട്ടല്ല. ആ കരച്ചല് സങ്കടം കൊണ്ടോ ഭയം കൊണ്ടോ അല്ല. അവൻ വിളിക്കുക, അമ്മേ, ഉപ്പ, ഉമ്മ, അമ്മച്ചി, ഇച്ചായ, പഞ്ചായത്ത് മെമ്പറെ, പ്രസിഡന്റ്, ഓടിവാ, ഞാനിതാ പാട്ടുപാടാനുള്ള കണ്ണം കൊണ്ടുവന്നിരിക്കുന്നു, ചിത്രം വരയ്ക്കാനും കവിത എഴുതാനുള്ള വിരലുകൾ കൊണ്ടുവന്നിരിക്കുന്നു, സ്നേഹിക്കാനുള്ള ഹൃദയം കൊണ്ടുവന്നിരിക്കുന്നു, ചിന്തിക്കാനുള്ള തലച്ചോറ് കൊണ്ടുവന്നിരിക്കുന്നു, അധ്വാനിക്കാനുള്ള കൈകൾ കൊണ്ടുവന്നിരിക്കുന്നു, നൃത്തം ചെയ്യാനുള്ള കാലുകൾ കൊണ്ടുവന്നിരിക്കുന്നു. ആരാമത്തിന്റെ രോമാഞ്ചവും ഇതാണ് അവന്റെ കരച്ചലിന്റെ അർത്ഥം. നമ്മുടെ വഴി അവൻ കൊണ്ടുവന്നത് ഏറ്റുവാങ്ങുക. എനിക്ക് തരൂ, എനിക്ക് തരൂ, എനിക്ക് തരൂ പഞ്ചാര പാല് മിഠായി, പുഞ്ചിരി പഞ്ചാര പാല് മിഠായി. അവന്റെ പുഞ്ചിരിയുടെ പഞ്ചാര പാല് മിഠായി ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടാ നമ്മൾ നിൽക്കുന്നത്. പണ്ടെല്ലാം ജനിച്ച ഉടനെ കുട്ടിയുടെ ചുണ്ടിൽ പേര് പുരട്ടി കൊടുക്കും. അപ്പൊ കുട്ടി ജനിച്ചോടനെ തോന്നുക ഇത് രൂപം സുന്ദരമാണല്ലോ, കൊള്ളാലോ, മധുരമുണ്ടല്ലോ. അപ്പൊ അവന്റെ മനസ്സിൽ എന്ന മട്ടിലുള്ള മനോഭാവമായിട്ടല്ല കുട്ടി ജനിക്കുന്നത്. ഞാൻ കുഴപ്പമില്ല, ഞാൻ ഈ ലോകത്തെ നോക്കാൻ വന്നതാ. അതുപോലെ ഈ ലോകവും മധുരമുണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ. വയമ്പെന്ന് പറയുന്നത് അവന്റെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി ഉണർത്താനുള്ള ഔഷധമാണ്. ശരീരത്തിന്റെ പ്രതിരോധ ശേഷിക്ക് വയമ്പ് മധുരമായിരിക്കുന്ന ഔഷധം. ഇപ്പൊ ആരും കൊടുക്കലുണ്ടോ? ഇപ്പൊ ജനിച്ച ഉടനെ ആദ്യത്തെ വാക്സിനേഷൻ സൂചി കൊണ്ടൊരു കുത്തങ്ങ് വെച്ചോളൂ. അപ്പൊ കുട്ടിക്ക് തോന്നും ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഈ ലോകം മുഴുവൻ എല്ലാം കുത്താൻ വന്നതാ. അങ്ങനെയാണ് ഈ കുട്ടി ഈ രോഗത്തോട് വിദ്വേഷാത്മകമായി വളരാൻ ആരംഭിക്കുന്നത്. മുഴുവൻ ആള് കള്ളന്മാരാ, എല്ലാവരും എന്റെ ശത്രുക്കളാ. നമ്മുടെ പുതിയ തലമുറ കണ്ടിട്ടില്ലേ? ആരെ കണ്ടാലും കാരണം അവനല്ല ഉത്തരവാദിത്വം. വന്ന ഉടനെ അവനൊരു ഒന്ന് വെച്ചു കൊടുത്തില്ലേ നിങ്ങൾ? അപ്പൊ ഈ ലോകം മുഴുവൻ ദുഷ്ടന്മാരാണെന്ന് അവന്റെ മനസ്സിൽ. അവൻ കൊണ്ടുവന്നത് ഏറ്റുവാങ്ങാൻ തയ്യാറാവുന്ന ഒരു സമൂഹവും ഒരു കുടുംബവും ഒരു അധ്യാപക ലോകവും ഉണ്ടാകണം. അത് ഏറ്റുവാങ്ങാനായി ഇപ്പൊ ഇവിടെ മാനേജർ പറഞ്ഞിട്ടേ ശാസ്ത്രമേള ഇവിടെ നടക്കുക. അവന്റെ ചിന്തകൾ, അവന്റെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് അർത്ഥമില്ലെങ്കിലും അവനർത്ഥമുണ്ട്. അവൻ പല വിചിത്രമായ ചോദ്യങ്ങൾ ചോദിക്കും, സംശയങ്ങൾ ചോദിക്കും, അഭിപ്രായങ്ങൾ പറയും. ഉമ്മാന്റെ മടിയിൽ ഇരുന്നിട്ട് കുട്ടി ഇങ്ങനെ ഇരിക്കുമ്പോ റംസാൻ പിറയെ ആകാശത്താൽ കാത്തു നിൽക്കുകയാണ് ഉമ്മ. എപ്പോഴാ പെരുന്നാൾ തുടങ്ങുക, എപ്പോഴാ റംസാൻ തുടങ്ങുക നോക്കിയിരിക്കുമ്പോ ആകാശത്ത് ചന്ദ്രക്കല പോകുമ്പോ മുറ്റത്തെ വാഴയില കാറ്റത്തിങ്ങനെ ആടുന്നു. സാധാരണ ആട്ടല്ല, മറ്റിലകളെല്ലാം ഇങ്ങനെ ഇളകുമ്പോ വാഴയില ആനയുടെ തുമ്പിക്കൈ പോലെ ഇങ്ങനെ ആടുന്ന കാണുമ്പോ മോൻ ചോദിച്ചു, എന്താ ഉമ്മ അങ്ങനെ ആടുന്നേ, അതെങ്ങനെ ആടുന്നേ? അപ്പൊ നിങ്ങളോടാ ചോദിച്ചെങ്കിൽ എന്താ മറുപടി പറയാ?
പല രക്ഷിതാക്കളും എന്താ പറയാ, നാടനാടിക്കോട്ടെ എന്നാ ആടുന്നാടിക്കോട്ടെ, എനിക്ക് ഇവിടെ പഠിക്കാനൊന്നുമില്ല. എന്നാൽ ഉമ്മ പറഞ്ഞു കൊടുക്കുക, ആ പാട്ട് പാടിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഒരിക്കലും ഒരു ഭീകരവാദ സംഘത്തിൽ ഉൾപ്പെട്ടില്ലെന്ന് ഞാൻ സ്റ്റാഫ് പേപ്പറിൽ എഴുതി കൂട്ടുതരാം, ഉറപ്പ് തരാം. ഭാരതത്തിൽ ഏറ്റവും സർക്കാർ മത ദൈവമാരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കൃഷ്ണനാണ്. എന്താ കൃഷ്ണന്റെ പ്രത്യേകത? ബാക്കി ദൈവങ്ങളെല്ലാം കൊണ്ടു കൊടുക്കുന്ന ഭാഗ്യത്ത് നിന്നിട്ട് ഇങ്ങനെ ചമ്രം പടിഞ്ഞിരിക്കുമ്പോ കൃഷ്ണൻ മരണം വരെ പശുവിനെ വെച്ച് ജീവിച്ചാളാണ്. ഒന്ന്. രണ്ട്, സർഗാത്മകതയുടെ ഉത്ഭവം കൃഷ്ണൻ എന്ന അവതാരത്തിലൂടെയാണ്. അതുവരെ രവവും ജ്ഞാനവും ഒക്കെ ഉണ്ടെങ്കിലും സംഗീതം പാട്ടിന്റെ പാരാഴ്ത്തവൻ അവൻ നവരസങ്ങളിൽ രസരാജനായ ശൃംഗാരവാദിന്റെ 16,000 ഭാവങ്ങളും ബാക്കി 8 രസങ്ങളും ചേർന്ന് രസങ്ങൾ കൊണ്ട് ലീലയാടിയ രാസലീലയാടിയവനായ കൃഷ്ണൻ. അതാ രാസലീല. രാസപ്രവർത്തനം പോലത്തെ ഒരു പ്രവർത്തനമല്ല, അത് രസങ്ങളുടെ ലീലയാണ്. പൊഴി മലിനമാക്കരുതെന്ന് പറഞ്ഞിട്ട് പൊഴിയിൽ വിഷം കലർത്തുന്ന കാലിനെതിരെ സമരം ചെയ്തു. മാവൂർ ബ്ലൂറി റയൻസിനെതിരെ സമരം നടന്നില്ലേ? ചാലിയാറിൽ വിഷം കലർത്തുന്ന അതേ പണിയാണ് കൃഷ്ണൻ ഇന്ന് ചേർത്ത്. കാളിമയിൽ വിഷം കലർത്തുന്ന കാലിനെതിരായിട്ട് സമരം ചെയ്തു. ആ കൃഷ്ണൻ ഗുരുവായൂർ പോയി തൊഴുതിട്ട് മേടിച്ചു വരുമ്പോ കുപ്പിവെള്ളം വാങ്ങി പൊളിഞ്ഞിട്ട് അത് തോട്ടിൽ വലിഞ്ഞെറിയാൻ പിന്നെ തീർന്നില്ലേ, കൃഷ്ണനെ അപമാനിച്ചില്ലേ എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തണ്ടേ? ആ കൃഷ്ണൻ എങ്ങനെയാണ് സർഗാത്മകതയുള്ള ദൈവമായത്? ജനിക്കുമ്പോൾ തന്നെ അവതരിച്ചിട്ടല്ല, ജനിക്കുമ്പോൾ തന്നെ ഇവന് നെഗറ്റീവാ. ഒത്തല്ലേ നമ്മൾ ഇഞ്ചക്ഷനല്ലേ വെച്ചിട്ടു? കൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് പദശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു, അറിയോ? ജനിക്കുന്നതിന് മുമ്പേ പദശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ടാളെയും ശ്രീകൃഷ്ണനും ക്രിസ്തുവാ. ജനിക്കുന്നതിന് മുമ്പ് കൊല്ലാൻ തീരുമാനിച്ചു. ആ കൃഷ്ണൻ ജനിച്ച ഉടനെ എന്തെല്ലാം ജനിച്ച ഉടനെ നാടുപെടേണ്ടി വന്നു. പിന്നീട് വിഷമുരട്ടി മുല കൊടുത്തിട്ട് വണ്ടി ഏറ്റി കൊല്ലാൻ കാറ്റായിട്ട് ചെറുപ്പം മുതലേ നെഗറ്റീവാ അനുഭവിച്ചത്. എന്നിട്ടും ഇവൻ പോസിറ്റീവായത് എങ്ങനെയാ? ഇത് ഉപദേശിക്കാൻ പറ്റിയത് എങ്ങനെയാ? ഓന്റെ അമ്മ വിചാരിച്ചാൽ ഏത് നെഗറ്റീവിനെയും പോസിറ്റീവാക്കി മാറ്റാമെന്നതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് കൃഷ്ണന്റെ കഥ. നിങ്ങൾ കൃഷ്ണനെ പഠിച്ചാ പോരാ, യശോദയെ പഠിക്കും. കൃഷ്ണൻ ഓടക്കഴിഞ്ഞോടേക്ക് യമുനാ നദിയുടെ തീരത്ത് നമ്മൾ രാഗങ്ങളോരോന്നേ ഗോകുലതായ കരിഞ്ഞിളം കലർന്നോ പാടും നേരം. പെട്ടെന്ന് ഇവ പാട്ട് നിർത്തിക്കളഞ്ഞു. എന്താടാ കണ്ണാ നിർത്തിയെന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, അമ്മേ യമുനയുടെ ഓളങ്ങൾ കരയിലേക്ക് വരുന്നത് ഒന്നും തിരിച്ചു പോകുന്നില്ല, ഇങ്ങോട്ട് വരുന്നുണ്ട് ഒന്നും തിരിച്ചു പോകുന്ന കാണുന്നില്ല. അതെങ്ങോട്ടാ പോന്ന? അതെന്താ തിരിച്ചു പോവാത്ത? യശോദയോട് കണ്ണൻ ചോദിച്ചു. നിങ്ങളോടാ ചോദിച്ചെങ്കിൽ എന്ത് പറയും? തിരിച്ചു പോകുന്നില്ല. എന്ത് പൊട്ടത്തരം ചോദ്യമാണ് നീ ചോദിക്കുന്നത്? എനിക്ക് പഠിക്കാനൊന്നുമില്ലേ? ഇതായി നിങ്ങൾ പറയുന്ന മറുപടി. എന്നാ യശോദ പറഞ്ഞത് നിന്റെ ഓടക്കുഴൽ കേട്ടിട്ട് തിരിച്ചു പോകാൻ തോന്നുന്നില്ല കണ്ണാ. മുന്നോട്ടു പോകാൻ മനസ്സു വരാൻ തങ്ങി നിൽക്കൂ. എന്ന് പാടിക്കൊടുത്ത യശോദയാണ് സർഗാത്മകതയുടെ വ്യക്തിത്വമായിട്ട് കൃഷ്ണൻ എന്ന ദൈവത്തെ മാറ്റിയെടുത്തതെന്ന സത്യം ഓരോ അമ്മയും പഠിക്കണം, ഓരോ അക്ഷരം പഠിക്കണം. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ, ആ കുട്ടികളെ സർഗാത്മകമായി വളർത്താത്തതിന്റെ ദുരന്തമാണ് മൃഗങ്ങളെ പോലെ ക്രൂരന്മാരാകുന്നത്. സുഖം, പദാർത്ഥത്തിന്റെ ശരീരത്തിന് സുഖം വേണമെന്ന് പറഞ്ഞ് ലഹരിയുടെ പുറകെ പോകുന്നത്. അവർ സാമൂഹ്യ വിരുദ്ധന്മാരാവാനാണ്. ഈ ദൈവത്തിന്റെ കുട്ടികൾ സീതാരായണ ഗുരു പറഞ്ഞതുപോലെ
ഓരോരുടെയും മനോജാതിറക്കുന്ന ദൈവമോ പരമേശമറിമത്രനോ കരുണാപാത്മോ എല്ലാ കുട്ടിയും കൃഷ്ണനായ അവതരിച്ച ഭഗവാനാണ്. കർത്താവിന്റെ മക്കളായ യേശുദേവനാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ നബി തങ്ങളാണ്. ഉണ്ണി കണ്ണന് പറഞ്ഞ യേശുവാണ്. ഓരോ കോടിയും പിന്നീട് അവൻ ചെകുത്തായ അലിയുമായി മാറുന്നത് ആരാ ഉത്തരവാദി? കാട്ടിയന്റെ അവിടെ നസീറുള്ള ഭീകരവാദിയാവട്ടെ, മെലിഞ്ഞോന്റെ അർത്ഥം മജീദാവട്ടെ, ഗോവിന്ദ ചാമിയാവട്ടെ, എല്ലാ ഭീകരന്മാരും നല്ല കുട്ടികളായിരുന്നു. അവർ ഭീകരന്മാരാവുന്നതിന് ഉത്തരവാദി ആരാണ്? ഒരു മഴത്തുള്ളി ഏത് കടലിലാ പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ആ മഴത്തുള്ളിയല്ല, അത് വീണിരിക്കുന്ന കുന്നിന്റെ ചെരിവാണ്. കുന്നിന്റെ ചെരിവാണ്. ഈ സഖ്യപർവ്വതനിരകളിൽ ഇതിന്റെ ഒന്നായിരം വീഴുന്ന 2 മഴത്തുള്ളി ഒള്ളി പുറത്ത് വീണാൽ ഒഴുകിയിട്ട് അറബിക്കടലിൽ പോകുന്നു. അപ്പുറത്ത് വീണത് തമിഴ്നാടിലൂടെ ഒഴുകിയിട്ട് ബംഗാളിൽ കടത്തിൽ പോകുന്നു. ആ വീഴുന്ന അവസരത്തിൽ ഒരു ഇടം തന്നെ മതി. ഇപ്പുറത്തുള്ളത് അപ്പുറത്തോ അപ്പുറത്തുള്ളത് ഇപ്പുറത്തോ പോയാൽ ബംഗാളിൽ കടൽ പോകുന്നത് അറബിക്കടലിലും അറബിക്കടലിൽ പോകുന്നത് ബംഗാളിൽ കടലിൽ പോകും. ആ കുന്നാണ് കുടുംബം. നിങ്ങളൊരു വാക്കും നോക്കും നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ മനസ്സുമാണ് കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് രക്ഷിതാക്കൾ ആദ്യം തന്നെ ഉൾക്കൊള്ളുക. അതുകൊണ്ട് മാറേണ്ടത് നമ്മുടെ കുട്ടികളല്ല, മാറേണ്ടതാരാ? രക്ഷിതാക്കളാണ്. നിങ്ങളാണ് മാറേണ്ടത്. നിങ്ങൾ മാറാത്തതിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഒരു കുട്ടി ജനിക്കുമ്പോൾ 3 ജന്മങ്ങൾ ഉണ്ടാവുന്നുണ്ട്. 3 ജന്മങ്ങൾ. ഒന്ന് കുട്ടി, രണ്ടാം കുട്ടിയുടെ ഉമ്മ ജനിക്കില്ല. അന്ന് മുതൽ അമ്മ ഉണ്ടാവുകയാ, അന്ന് മുതൽ ഉമ്മ ഉണ്ടാവുകയാ, അന്ന് മുതൽ ഒരു അച്ഛൻ ജനിക്കുകയാ, ഒരച്ഛൻ ജനിക്കുകയാ. കുട്ടി വളരുന്നതിന് ആനുപാതികമായിട്ട് ഉമ്മയും അമ്മയും അച്ഛനും ബാപ്പയും വളർന്നോ? ചോദ്യം. നമ്മുടെ രക്ഷിതാക്കളുടെ ഒരു പ്രശ്നം, പണ്ടത്തതൊന്നും മറക്കുകയില്ല, പുതിയതൊന്നും പഠിക്കുകയില്ല. അവരുടെ വിചാരം എന്റെ വീട്ടിൽ കുട്ടിക്ക് ആവശ്യമായ ഭക്ഷണം കൊടുക്കലാണ് എന്റെ ജോലി. അവന്റെ ശരീരത്തെ പുതിയ വസ്ത്രം കൊടുക്കലാണ് എന്റെ ജോലി. അവന് ധരിക്കാൻ ചെരുപ്പ് വാങ്ങി കൊടുക്കൽ, അവന് കിടന്നുറങ്ങാൻ വീടും കട്ടിലും ഉണ്ടാക്കി കൊടുക്കൽ, അവന് സഞ്ചരിക്കാൻ വാഹനം ഉണ്ടാക്കി കൊടുക്കൽ. ഇതൊക്കെയാണ് എന്റെ ജോലിയെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക രക്ഷിതാക്കൾ. അത് ശരീരത്തെയാണ്. ശരീരത്തെ പോറ്റിയിട്ട് എന്തോ കാര്യമുണ്ടോ? ആ സമയത്ത് ഒരു കോഴിയെയോ ആടിനെയോ പന്നിയെയോ പോറ്റി ക്രിസ്മസ് വരാൻ പോവാ. നല്ലോണം തിന്നോട് പോനെ. ഇറച്ചിക്കെല്ലാം ഭയങ്കര വിലയാ. നിന്റെ ചന്തിമെന്ന് കുറച്ച് ഇറച്ചി അരിഞ്ഞിട്ട് കറി വെക്കാലോ എന്ന് പറഞ്ഞിട്ട് മക്കളെ തീറ്റ കൊടുക്കുക. കശാപ്പ് ചെയ്തിട്ട് നമുക്ക് ഇറച്ചി കറി വെക്കാം, ആടിന് ഇറച്ചിക്കറി വെക്കാം. മക്കളുടെ ശരീരം വളർത്തിയിട്ട് അതിനെ കൊണ്ട് മാത്രം ഒരു ഉപകാരമില്ല. ശരീരത്തിനകത്ത് ഇന്നലെ ജനിച്ചൊരു മനുഷ്യൻ അഥർവസ്ത്രത്തിന്റെ ചുറ്റും ഒന്ന് വഴിയാകുന്ന കുംഭഗോപുരമാകുന്ന ഒട്ടത്തല, ആ കുംഭഗോപുരമാകുന്ന ഒട്ടത്തലയും ഒന്ന് വഴിയാകുന്ന കൊടിമരവും അഥർവസ്ത്രമാകുവാൻ ചുറ്റമ്പലത്തിന്റെയും മന്ത്രത്തിൽ ഒരു ദേവാലയമുണ്ട്. അതാണ് ഗാന്ധിയുടെ ഹൃദയം. അവിടെയാണ് ദൈവം ഉണ്ടായിരുന്നത്. ലോകത്തിൽ ദൈവം ഇരുന്നു എന്ന് പറയുന്ന ഒരു ദേവാലയം ഉറപ്പിച്ച് പറയാൻ പറ്റുക. ഇന്നലെ ജനിച്ച മഹാത്മാഗാന്ധിയുടെ ഹൃദയത്തിൽ ദൈവം ഉണ്ടായിരുന്നു. ദൈവം എവിടെയായിരിക്കുന്ന? അമ്പലത്തിലും പള്ളിയിലല്ലാതെ രാമായണം എഴുതിയ വനമെന്നേ പറഞ്ഞു തന്നിട്ടുണ്ട്. രാമായണത്തിൽ വ്യാപി രാമൻ ചോദിക്കുന്നത് വാൽമീകിയോട് എനിക്കിരിക്കാൻ ഇടമേതെന്ന്, എന്റെ കാര്യക്കാർക്ക് വാക്കാൻ ഇടമേതെന്ന് മറുപടിയായിട്ട് വാൽമീകി പറഞ്ഞു കൊടുക്കുന്നത് സന്തുഷ്ടചിത്തരായി സമർപ്പരായി
ബഹുജന്തുക്കളിൽ ദ്വേഷഹീന മനസ്കരായി ശാന്തരായി ദിനം പരിപ്പവൻ തന്നുടെ സ്വന്തം നിനക്ക് സുഖവാസമന്ദിരം. സന്തൃപ്തിയുള്ള മനസ്സോടെ സമനിഷ്പത്തി എല്ലാവരും ഒരുപോലെ കണ്ട് ഒരു ജന്തുക്കളോട് ദ്വേഷമില്ലാതെ മനസ്സോടെ ശാന്തരായിട്ട് നിന്നെ ഭരിക്കുന്നവരുടെ ഹൃദയത്തിലാണ് രാമ നീ കുടിയിരിക്കുന്നത്. അപ്പൊ രാമൻ കുടിയിരിക്കുന്ന ഒരു ദേവാലയം ഗാന്ധിയുടെ ഹൃദയമല്ലാതെ വേറെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ രാമൻ കുടിയിരിക്കുന്നുണ്ടാവോ? നിങ്ങളെ വേറെ ആർക്കും സന്തുഷ്ടിയുണ്ടോ? എല്ലാരും ഒരുപോലെ കാണുമോ? ഒരു ജന്തുവിനോടും വിദ്വേഷമില്ലാത്ത മനസ്സുണ്ടോ? ശാന്തതയുണ്ടോ? അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഒരു ദേവാലയം രൂപീകരിക്കപ്പെടുന്ന ഒരു പ്രക്രിയ. ആ ദേവാലയത്തിൽ പുഷ്പങ്ങൾ എന്ന സൗന്ദര്യമുണ്ട്, സത്യത്തിന്റെ പ്രകാശമാണ്, നന്മയുടെ ലേപനങ്ങളുണ്ട്, നന്മയുടെ ചന്ദനമുണ്ട്, ചന്ദനത്തിരികളുണ്ട്. ഇത് മൂന്നും ചേർന്നിരിക്കുന്ന നമ്മുടെ കുട്ടികളുടെ മനസ്സിനെ ദേവാലയമാക്കി വളർത്താൻ നിങ്ങൾക്ക് കഴിയുമോ? അതിനെന്താ നിങ്ങൾ വേണ്ടത്? നിങ്ങളുടെ വീടിന്റെ വ്യാകരണം മാറ്റണം. ഒരു കുട്ടി ദേവാലയത്തിന് മരിച്ചുപോയ പുള്ളിയുടെ ഫോട്ടോ കണ്ടു ഞാനൊരു ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തില്. ആ ഫോട്ടോ നല്ല സുന്ദരനായ പുള്ളി ആരാണ് ഇതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതിന്റെ അടിക്കുറിപ്പ് നോക്കി. ആ അടിക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു: Who plucked the flower? I said the master. Then the gardener kept silent. ഇത്രയേ ഉള്ളൂ. ആരാ പറിച്ചത്? ഉദ്യാനപാലകൻ ചോദിച്ചു. ഞാനാ പറിച്ചത്? ഉദ്യാനത്തിന്റെ ഉടമ പറഞ്ഞു. Then the gardener kept silent. പിന്നെ തോട്ട സൂക്ഷിപ്പുകാരൻ മിണ്ടാണ്ടി. അയാൾക്ക് പറിക്കാനോ? ഈ മരിച്ചുപോയ പുള്ളിയുടെ അച്ഛനും അമ്മയും ഉപയോഗിച്ച് ചോദിക്കുക, ആരാ എന്റെ മോനെ എടുത്ത? മോനെ തന്നാള് മേലെന്ന് പറയാ, എന്റെ തോട്ടത്തിലെ പൂവ് ഞാൻ ഇങ്ങോട്ട് പറിച്ചെടുത്ത. പിന്നീട് അച്ഛനും അമ്മക്കും ചോദിക്കാൻ അധികാരമുള്ള അവരാശ്വസിക്കുന്നു. ദൈവം തന്നത് ദൈവം തിരിച്ചു കൊണ്ടുപോയി. നമ്മുടെ കുട്ടികളെല്ലാം ദൈവത്തിന്റെ മക്കളല്ലാതെ ആരെങ്കിലും ഇബ്ലീസിന്റെ കാരുണ്യം കൊണ്ട് എനിക്കൊരു മോനെ കിട്ടിയെന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? കലിയുടെ അനുഗ്രഹത്താൽ ചെറുത്താന്റെ കൃപ കൊണ്ട് എനിക്കൊരു മോനെ കിട്ടിയെന്ന് ആരെങ്കിലും പറയോ? ഇല്ല. ദൈവമേ, നീ തന്ന മുതലിതാ ഒരു കൊല്ലം കൂടി തേമേര് വീട്ടാണ്ട് പൊട്ടിന്ന് കൊണ്ട് കാണിച്ചു കൊടുക്കും. അതിനാ പോതാ. അപ്പൊ ഈ കുട്ടി ദൈവം കൊടുത്തയച്ച കുട്ടി എങ്ങനെയാ നിങ്ങളുടെ പക്കലെത്തിയപ്പോ ചെറുത്താനും കലിയും ഇബിലീസുമായ അതിന് ഉത്തരവാദി ദൈവമാണോ ഞാനാണോ? ആ ഉത്തരവാദിത്വം നമ്മൾ ആദ്യം ഈ നല്ല തങ്കക്കുട്ടി ആയിട്ട് വന്ന കുട്ടി പിന്നീട് കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം, ചെളി പുരണ്ടാൽ നല്ല സ്വർണവും പ്രഭ നഷ്ടപ്പെടുന്നത് പോലെയായി മാറിയതിന് ഉത്തരവാദി ആ ചെളി പുരട്ടിയതാരാ? നമ്മളാണ്. അതുകൊണ്ട് നമ്മൾ മാറാൻ തയ്യാറാവുക. ഞങ്ങളുടെ നാട്ടിലെ ഈ മത്തൻകുമ്പളല്ലേ, പൂവിൽ നിന്ന് പുറത്തു വരുമ്പോ അതിന് മിടി എന്നാ പറയാ. മിടി എന്താ പറയാ? ഒരു ചെറുനാരങ്ങന്റെ വലുപ്പത്തിൽ ഒരു കായ വരുമല്ലോ, മിടി പറയും. ഈ ചെടിയത് പണിക്കാതെ അത് ഒരു മൺകലത്തിലിട്ട് വെക്കുക. മൺകലത്തിലിട്ട് വെക്കുക. എന്നിട്ട് എന്താ പറയാ? പിഞ്ച് മൺകലത്തിൽ. എന്നിട്ട് ചെടിക്ക് നല്ലോണം വെള്ളം കൊടുക്കുക. ആ പിഞ്ച് വളർന്ന് മത്തങ്ങിയാവുമ്പോ മൺകലം വളരില്ലല്ലോ. അപ്പൊ എന്താ സംഭവിക്കുക? ഒന്നുകിൽ മൺകലം പൊട്ടു, അതിന് മൺകലത്തിൽ നല്ലോണമെങ്കിൽ മത്തങ്ങൾ കെട്ടുക. രണ്ടിലൊന്ന് സംഭവിക്കും. നമ്മുടെ കുട്ടികളെല്ലാം കുട്ടി നിരന്തരം പടരുകയാണ്. നിരന്തരം പടരുന്നതിന് എന്തൊക്കെ തെളിവ് ഉണങ്ങി നിങ്ങളുടെ കുട്ടിയുടെ ബുദ്ധിവാർച്ചയുടെ തോത് അളക്കാൻ എന്തെങ്കിലും മെഷീനുണ്ടോ? മെഷീൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കുട്ടി നല്ലോണം കുരുത്തക്കേട് കളിക്കുന്നുണ്ടോ? നല്ലോണം ബുദ്ധി വളരുന്നുണ്ടാ. ബുദ്ധി വളരുന്നതിന്റെ ലക്ഷണമാണ് കുട്ടി കുരുത്തക്കേട്. അവന്റെ ബുദ്ധിക്കനുസരിച്ച് അവന്റെ ശരീരത്തെ അവൻ ചലിപ്പിക്കുമ്പോ അവന്റെ മനസ്സ് ഗുരുവും ശരീരം ലഘുവായതുകൊണ്ട് അവന് തോന്നുന്നതെല്ലാം ചെയ്യും. തോന്നുന്നതെല്ലാം ചെയ്യും. മരത്തോടി അമ്മ അലക്കുമ്പോ ഓനും വന്നിട്ട് വെള്ളത്തിൽ അച്ഛനെഴുതുമ്പോ
അമ്മ ഗ്യാസ് സ്റ്റൗ തണുക്കുന്ന പോലെ പോലും കത്തിക്കും. അപ്പൊ നിങ്ങൾ അപ്പൊ അമ്മയുടെ അടുത്ത് വരുമ്പോ അച്ഛൻ്റെ അടുത്ത് പോകുമ്പോ അടുപ്പിക്കും. അപ്പൊ അവ കണ്ണത്തിലെത്തി നോക്കും പോയിട്ട്. അപ്പൊ പേടിച്ചിട്ട് ഇങ്ങോട്ട് വന്നു അവൻ മനസ്സിലേക്ക് അപ്പൊ ഇങ്ങോട്ട് അടുത്ത് വരുമ്പോ ദൂരെ പോകുമ്പോ അടുക്കാനും പോയില്ല അകലാനും പോയില്ല. അതിനാണ് ശിശു പറയാ കേട്ടോ. ശിശുവിന്റെ ഫുൾ ഫോം മനസ്സിലായാലേ? അച്ഛനും അമ്മയും അടുക്കാനും അകലാനും വിടാത്ത ഇവന് ഒരു വല്ലാത്ത അവസ്ഥയിലാ. ആ അവസ്ഥയിൽ അവൻ എന്തെങ്കിലും ചെയ്യണ്ടേ? നിങ്ങൾ ഒഴുകി വരുന്ന ഒരു കാട്ടാറിനെ തടഞ്ഞു വെച്ചാൽ ആ തടഞ്ഞു വെച്ച് അണകെട്ടിയിരിക്കുന്നവർക്ക് അത് കനാലിലൂടെ തുറന്നു വിടാനുള്ള ബാധ്യതയില്ലേ? നീ അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു നിർത്തുമ്പോ നീ ഇന്നത് ചെയ്തോന്ന് പറയോ? ഇല്ല. അപ്പൊ തടഞ്ഞു വെച്ചാൽ ആ പുഴ അവിടുന്ന് ഒരു തിരിയലും ചെയ്യും. പിന്നീട് പുതിയ ചാൻസ് കിട്ടി അതിലെ കടന്നു പറയും. അതിന്റെ കൂലം അണക്കെട്ട് പൊട്ടിക്കും. ആ പൊട്ടിപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കുട്ടി വളരുന്നതിന്റെ ലക്ഷണമാണ് അവന്റെ കുരുത്തക്കേടുകൾ. മനസ്സിലായോ? അവൻ നന്നായിട്ട് കുത്തക്കേട് കളിക്കുന്നുണ്ടെങ്കിൽ അത് ആസ്വദിക്കും. നിങ്ങളുടെ വീടിന്റെ ചുമരിൽ നിങ്ങളുടെ കുട്ടികൾ കരിക്കട്ടയോട് വരയ്ക്കുന്നുണ്ടോ? നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങളുടെ വീടിന്റെ ചുവര് അപ്പെക്സ് പട്ടിമ കമ്പനിക്ക് വേണ്ടി നിങ്ങൾ നീക്കി വെച്ചതാ അല്ല, നിങ്ങളുടെ കുട്ടിയേക്കാണ്. മറിച്ചിടട്ടെ. അവൻ അടുക്കള പാത്രങ്ങൾ എഴുതി ഇറയത്തോണ്ടെന്ന് കളിക്കട്ടെ. അതല്ല അവനവകാശമുള്ളതാ. അങ്ങനെ കളിച്ചിട്ട് വേണം, അലങ്കോലമായിട്ട് കളിച്ചിട്ട് വേണം കോലത്തിലേക്ക് തിരിച്ചു വരാൻ. ആദ്യം തന്നെ വളരെ ചിട്ടയിൽ വളർത്തിയാൽ അവൻ അലങ്കോല പിന്നീടാവും. ആദ്യം തന്നെ അലങ്കോലമാക്കി പിന്നീട് കോലത്തിലേക്ക് വരണം. അലങ്കോലത്തിൽ നിന്ന് കോലത്തിലേക്ക് വരണം. ആദ്യം വീട്ടിന്റെ നടക്കാൻ പഠിക്കാൻ പല കുറിയുമ്പോൾ നടക്കാൻ പഠിക്കും. പലവണ്ണം കരയുമ്പോൾ ജീവിക്കാൻ പഠിക്കും. അതുകൊണ്ട് അബദ്ധത്തിൽ നിന്നേ സുബന്ധത്തിലേക്ക് പോകും. അപ്പൊ അവന്റെ അബദ്ധങ്ങൾ അവന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. ആശാരി ഉളികൊണ്ട് മുറിക്കുമ്പോ ആദ്യം വരഞ്ഞേലല്ല മുറിക്കുക, കുറച്ച് പുറത്തോട്ട മൊത്തം അല്ലെ മുറിക്കുക. മുറിച്ചിട്ട് അവസാനം ഈടൊളി വെച്ചിട്ട് അവസാനം മാത്രമേ കൃത്യം വരഞ്ഞേല മുറിക്കൂ. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾ ആദ്യം തന്നെ നിങ്ങൾ പച്ചവരയിൽ നിൽക്കണമെന്ന് വാച്ച് പിടിക്കരുത്. അവൻ സ്വന്തമായി വരച്ചിട്ട് ആ വരകളിലൂടെ നിങ്ങളുടെ വരച്ചിട്ട് നിൽക്കണം. അല്ലാതെ ആദ്യം നിങ്ങളുടെ വരയിൽ മാത്രമേ അങ്ങോട്ട് പോകല്ലേ ഇങ്ങോട്ട് പോകല്ലേ എന്ന് പറഞ്ഞ് തടയല്ല. അവൻ എന്തൊക്കെ ചെയ്യട്ടെ. അപ്പൊ അവൻ വളരുമ്പോൾ നിങ്ങൾ വളരുന്നില്ല. നിങ്ങൾ വളരാതിരിക്കുമ്പോൾ മൺപാത്രം മുട്ടിക്കും. കുടുംബത്തെ അവൻ നിങ്ങൾ ഭയങ്കര അച്ചടക്കത്തെ പോറ്റിയാൽ മത്തങ്ങ വിട്ടുപോകും. ഈ കുട്ടി പൊട്ടനോ പൊട്ടത്തിയായി പോകും. മനസ്സിലായോ? അതുകൊണ്ട് മത്തങ്ങ വളരുമ്പോൾ മൺകലം വളരണം. മൺകലം നിങ്ങൾ വളർന്നിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സ് നെഗറ്റീവാണോ പോസിറ്റീവാണോ? ഒരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ആരും ഈഗോ ഇല്ലാതെ ഇരിക്കുമല്ലോ. ഇന്നിപ്പോ സ്കൂളാണ്. ഒരു വട്ടം െത്തുവാൻ ആ മോഹം സാധിച്ചതാണ് 5ാം ക്ലാസ്സിലെ കുട്ടികളാണെന്ന് വിചാരിക്കുക. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഒട്ടനെ ഉത്തരം പറയണം. ആലോചിച്ചിട്ട് അത് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോന്നൊന്നും പറയരുത്. ഞാനൊരു വാക്ക് പറയും, ഒട്ടനെ തൊട്ടടുത്ത വാക്ക് പറയണം. റെഡിയാണോ? ഞാൻ പറഞ്ഞതിന്റെ തൊട്ടടുത്ത വാക്ക് നിങ്ങളുടെ മനസ്സിൽ എന്തോ തോന്നിയാലും വിളിച്ചു പറയുമോ? നിങ്ങളുടെ ഈഗോ വേണ്ട. ഞാൻ പറയില്ല ഞാൻ വലിയ ആളാ എന്നൊന്നുള്ള വിചാരമില്ല. ഇവിടെ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാം ഉണ്ട്. എല്ലാം കുട്ടികളാണെന്ന് വിചാരിക്കുക. ഞാൻ പറയുന്നതിന്റെ തൊട്ടടുത്ത വാക്ക് നിങ്ങൾ പറയോ? റെഡിയാണോ? ഒരു കാലം ഗുണം പിടിക്കൂല, നന്നാവില്ല. അല്ലേ? ഗുണം പിടിക്കൂല, നന്നാവില്ല. ഇതാ വന്ന അത് നിങ്ങളെ കുറ്റപ്പറ എല്ലാവരുടെ മനസ്സിലും അതാ വരിക. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റീവാണോ നെഗറ്റീവാണോ? നെഗറ്റീവാണുള്ളത്. ഞാൻ ഉദ്ദേശിച്ചത് ഏതാണെന്നറിയോ? ഒരു കാലത്ത് മറ്റേ കാലെത്തൂല.
ഞാനതാ ഉദ്ദേശിച്ചത്. ഒരു കാലത്ത് മറ്റേ കാലത്തില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടില്ല. അപ്പോ അനപ്പി നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ. ഈ സാധനമാണ് കുട്ടികളുടെ സ്വഭാവ ദൂഷ്യമായി വളരുന്നത്. മനസ്സിലായിക്കൊള്ളുക. ഇത് നമുക്കില്ല എന്നുള്ളൊരു മുൻവിധി നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇത് മാറ്റണം. ഈ ലോകം നല്ലതിനാണെന്ന ചിന്തയുണ്ടാവണം. പ്രതീക്ഷകൾ അർപ്പിക്കണം. നാട്ടുകാരെ പറ്റി, രാജ്യത്തെ പറ്റി, പുറം ലോകത്തെ പറ്റി ആത്മവിശ്വാസമുള്ള ചർച്ചകളെ വീണ്ടും നടത്താവും. നിങ്ങൾ വളരണം. നിങ്ങൾ വളരുമെന്ന് തോന്നിയാൽ ഒരു ചോദ്യം കൂടി ചോദിക്കാം. ഒരു ചോദ്യം. നമ്മുടെ വീട്ടിൽ ബിരിയാണിയാണല്ലോ ഇപ്പൊ പ്രധാനപ്പെട്ട ഭക്ഷണം, അല്ലേ? വിശേഷ ദിവസങ്ങളിലെല്ലാം ബിരിയാണി പാർസല്, ബിരിയാണി ബിരിയാണി മൊത്തത്തിൽ പൊയ്ക്കും ബിരിയാണി കൊടുത്തത് കഴിയാണ്. കേരളത്തിൽ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിച്ചൊരു ബിരിയാണി കാസർഗോഡുള്ള ഒരാളുണ്ടാക്കിയ ബിരിയാണിയാണ്. സന്തോഷം എന്നയാളുടെ പേര്. ഏച്ചിക്കാനത്ത് അയാൾ താമസിക്കുന്നത്. സന്തോഷ് ഏച്ചിക്കാനെന്ന് പറയും. അയാൾ ഉണ്ടാക്കിയ ബിരിയാണി കണ്ടവര്, മക്കൾക്ക് കൊടുത്തവരോ ഒന്ന് കൈവൊക്കെയാട്ടെ. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി കണ്ടവരോ മക്കൾക്ക് കൊടുത്തവരോ ഒന്ന് കൈവൊക്കെ. പത്തനാപുരത്തെ ഈ ആവണീശ്വരം സ്കൂളിൽ പഠിച്ച കുട്ടികൾ മയക്കുമരുന്നിനടിമയായി 1-ാം പ്രതിയായി കേസെടുക്കുന്നത് കുട്ടികളെയല്ല. കേരളത്തിൽ കഴിഞ്ഞ 5 വർഷമായി 500 ആളുകൾ കഥയാണ് സന്തോഷ് ഏച്ചിക്കാനത്തിന് ബിരിയാണി കൊണ്ടത്. വായിച്ചൊരാളില്ല. ഹലോ ചോക്കു, വായിച്ചൊരാൾ ഇവിടെ ഇല്ല. നിങ്ങൾ വായിക്കുന്നില്ല, മക്കൾക്ക് വായിക്കാതെ പ്രേരിപ്പിക്കുന്നില്ല. ഈ കഥ വായിച്ചില്ല പിന്നെ ഏത് കഥയെടുത്ത് വായിക്കും? നമ്മുടെ കുട്ടികൾക്ക് ജീവിതത്തിന്റെ പ്രയാസങ്ങളൊന്നും നിങ്ങൾ അറിയിച്ചിട്ടില്ല. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കഷ്ടപ്പാട് നമ്മുടെ മക്കൾ അനുഭവിക്കരുതെന്ന് വിചാരിച്ചു. പക്ഷേ ദാരിദ്ര്യ ദുഃഖത്തെ അറിഞ്ഞവർക്ക് പാരിൽ പരക്ലേശ വിവേകമുള്ളൊരു ചൊല്ലുണ്ട്. അന്യന്റെ വേദന അറിയണമെങ്കിൽ സ്വന്തമായി വിശപ്പിന്റെ വേദന അറിയണം. ആ വിശപ്പിന്റെ വേദന അറിയാൻ നോവിന്റെ വേദന അറിഞ്ഞുകൊണ്ട് അൻപ് പ്രകടിപ്പിക്കാൻ നോയൻപ് എന്നുള്ള വാക്കറിയാവോ? നോയൻപ് എന്ന് പറഞ്ഞാൽ എന്താ? നോമ്പ്. നോയൻപായി. നോയൻപ് എന്ന് പറഞ്ഞാൽ നോവ് പ്ലസ് അൻപ്. അൻപ് എന്ന് പറഞ്ഞാൽ തമിഴ് ഭാഷയിൽ സ്നേഹമെന്നാണ്. നോവ് അനുഭവിച്ച് അൻപ് പ്രകടിപ്പിക്കുന്ന മാസം, അതാണ് നോയൻപ് മാസം. കിട്ടിയോ? അതാ നോവൻപ്. അവര് ദാരിദ്ര്യ ദുഃഖത്തെ അറിയുന്നില്ലല്ലോ. എപ്പോ ചോദിച്ചാലും തിന്നാൻ കൊടുക്കുമല്ലോ. എന്തെങ്കിലും ഇല്ല എന്ന് പറയോ? പൈസക്ക് പൈസ, ഭക്ഷണത്തിന് ഭക്ഷണം, പത്രത്തിന് പത്രം, ഒന്നും ഇല്ല എന്ന് പറയില്ല. പക്ഷെ നിങ്ങൾ ഒരു ദിവസം എത്ര പ്രാവശ്യം ഇല്ലാതെ പറയുമെന്ന് കണക്കൂട്ടി നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ അറിയാതെ നിങ്ങളുടെ വീട്ടിലെ CCTV ക്യാമറയിൽ എടുത്തു നോക്കുക. എന്നിട്ട് അവിടുത്തെ ശബ്ദം റെക്കോർഡ് ചെയ്ത് വെച്ചതൊന്ന് എണ്ണി നോക്കുക. എത്ര പ്രാവശ്യം ഇല്ലെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞത്തെ രാവിലെ തുടങ്ങുമ്പോൾ ഇല്ലകൾ പോക്കുന്ന വില്ലകളാണ്. ഇല്ലകൾ പോക്കുന്ന വില്ലയാ. രാവിലെ തുടങ്ങുന്നെന്താ? എണീക്കുന്നില്ലേ, പല്ല് തേക്കുന്നില്ലേ, കുളിക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ, സ്കൂളിൽ പോകുന്നില്ലേ, എന്തിനാ ഈ നെഗറ്റീവ് കൂടി പറയുന്നത്? അങ്ങനെ ഇല്ലേ നെഗറ്റീവ് ഇല്ലാണ്ടായി പോവാ. നിങ്ങൾക്കൊരു കഥ വായിക്കാൻ പറ്റും. ഓണത്തിന് നെയ്പായസം വെച്ചല്ലോ എല്ലാ വീട്ടിലും. അമ്പലത്തിൽ നെയ്പായസം വഴിപാടിനെ പാടുമല്ലോ. എന്ന മാധവിന്റെ നെയ്പായസം കൊണ്ടുവന്ന അത്ര ആൾക്കാണ്. മാധവിന്റെ നെയ്പായസം 1, 2, 3